ഞാൻ ഏത് വാഹനത്തിനാണ് ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് എന്ന് മനസ്സിലായോ? ഇത് ഞങ്ങളിൽ കൊടുക്കാൻ വന്ന ഇലാൻഡ്രയാണ്. ഇന്ന് ഈ വാഹനത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പരിചയപ്പെടാം. ഈ വാഹനം 2013 മോഡലാണ്. ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്യാം, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഈ വാഹനം 2013 മോഡൽ ഡീസലിൽ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വാഹനമാണ്. ഈ വാഹനം 85,000 കിലോമീറ്ററാണ് റൺ ചെയ്തിരിക്കുന്നത്. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഈ വാഹനം ജസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും നല്ലൊരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സോ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡിസൈനിങ് തന്നെ നമുക്ക് നോക്കാം. ഇതൊരു ഫ്ലൂയിഡിക് ഡിസൈനിൽ വരുന്ന വെർണയുടെ മോഡലിൽ കുറച്ചുകൂടെ ഫ്ലാറ്റായിട്ട് വരുന്ന ഒരു ഫ്ലൂയിഡിക് ഡിസൈനിലുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് നമുക്ക് പവർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എവിടെയും കുതിച്ച് കയറി എയറിനെ തുറന്നുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ഈ വാഹനം വരുന്നത്. അതുകൊണ്ട് ഈ വാഹനത്തിന് അത്യാവശ്യം മൈലേജും കിട്ടും. ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 18-നും 22-നും ഇടയ്ക്ക് മൈലേജ് ഡീസൽ എഞ്ചിനിൽ കിട്ടുന്നൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല റൈഡിങ് കംഫർട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് എവിടെയും നല്ലൊരു സുഖമായിട്ടുള്ളൊരു യാത്രയ്ക്ക് പറ്റിയൊരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ അലോയ് വീല് കാര്യങ്ങളെല്ലാം കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. ഇതിൻ്റെ ഡിസൈന് നമുക്ക് നല്ല ബോഡി ലൈനിങ്ങൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ വാഹനത്തിന് കീലെസ് എൻട്രി മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പുഷ് സ്റ്റാർട്ട് ബട്ടണും അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് നോക്കാം. സൈഡ് പ്രൊഫൈൽ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ബോഡി ലൈനിങ് നല്ല ഫിനിഷിംഗ് ആയിട്ട് എൻ്റെ ടെയിൽ ലാമ്പ് വരെ വന്ന് നിൽക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ ഡിസൈന് കുറച്ച് ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഏകദേശം എൻ്റെ നെഞ്ചളവിനനുസരിച്ച് ഹൈറ്റ് വരുന്ന ഒരു ബാക്ക് സൈഡാണ്. അതും ഒരു അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് തന്നെ ഉണ്ട്. കമ്പനി തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. സൈഡിൽ ബോഡിയിലോ വേറെ സ്ക്രാച്ചുകളോ ഒന്നും കാണുന്നില്ല. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ആയിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഓണർ ഡോക്ടറായിരുന്നു. ഇപ്പോൾ ഈ ഡോക്ടർ വണ്ടി എന്ന് പറഞ്ഞ് ഇനി ആരും ട്രോളാൻ നിൽക്കരുത്. ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാണ്. ഫസ്റ്റ് ഓണറുടെ കയ്യിൽ നിന്നും 79,000 കിലോമീറ്ററിലാണ് സെക്കൻഡ് ഓണർ മേടിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓണർ വന്നതിന് ശേഷം ഇപ്പോൾ നിലവിൽ 6,000 കിലോമീറ്റർ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഓടി ഇതായ വണ്ടിയല്ല, ഫുള്ളി കമ്പനി സർവീസ്ഡാണ്. ഇപ്പോൾ ഇൻറ്റീരിയറിനെ കുറിച്ച് നോക്കാം. ഇൻറ്റീരിയറിൽ AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, ക്ലൈമറ്റോണിക് AC ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, ക്രൂസ് കൺട്രോളാണ്, സ്റ്റിയറിംഗ്, എല്ലാ കാര്യങ്ങളും വരുന്ന വാഹനമാണ്. പിന്നെ ഇതിൻ്റെ മെറിറ്റ് മാത്രമല്ല ഡീമെറിറ്റും പറയാം. ഇതിൻ്റെ സീറ്റ് വരുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ്. അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് സീറ്റ്സുമാണ്. പക്ഷേ ഇതിൻ്റെ 2013 വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ സീറ്റിൽ കണ്ടില്ലേ കുറച്ച് ഡാമേജസ് ഒക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് സീറ്റ് കവർ ചെയ്ത് നമുക്ക് റെക്ടിഫൈ ആവുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ കണ്ടീഷനാണുള്ളത്. നമുക്ക് പാർക്ക് ആൻഡ് സൈഡ് വന്ന വാഹനമായതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യാത്തത്. പിന്നെ അഡീഷണലി ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടാണ്. ഇത് യാത്ര ചെയ്യാനും കയറി ഇരിക്കാനും ഒക്കെ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള വാഹനമാണ്. ഇതിന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. സ്റ്റിയറിംഗ് വീല് ഭയങ്കര സ്മൂത്താണ്. നമ്മൾ വെറുന്നേക്കാളും അല്ല വളരെ സ്മൂത്താണ് ഈ വാഹനം ടേൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ തിരിവിനും ഒക്കെ വരുന്നത്. പിന്നെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു സീറ്റ്സ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഹാൻഡ് റെസ്റ്റിൽ നോക്കൂ. ഹാൻഡ് റെസ്റ്റിൽ മ്യൂസിക് കൺട്രോളിൻ്റെ സിസ്റ്റം ഇതെല്ലാം സ്വിച്ചുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് BMW പോലും ഇല്ലാത്തൊരു ഫീച്ചറാണ്. ഇത് ഹുണ്ടായുടെ അത്യാവശ്യം ഒരു ലക്ഷറീസ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് വരണം. എന്നാൽ ലക്ഷറി മാത്രമല്ല, അത്യാവശ്യം മൈലേജും നല്ല റോഡ് പ്രസൻസും തരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇത് ആർക്കും എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോ മെയിൻ്റനൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രീമിയം വാഹനം. അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയാണ് വെറും 4,35,000 രൂപ. ഇതിൽ ഫുൾ കവറേജ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഫിനാൻസ് വേണോ നമുക്ക് അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. ഏകദേശം ഒരു 3-3.25 ലക്ഷം രൂപ ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരാം. നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്ത് വണ്ടി ഇറക്കാൻ പറ്റും. നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഈ വാഹനമല്ല, ഒരുപാട് വാഹനങ്ങൾ ഞങ്ങളുടെ കാറിലെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വാഹനങ്ങളൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.